പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് അറിവില്ലായ്മ വിളിച്ചു പറയാനാണ്. അതായത് നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നാലും നിങ്ങൾ കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നിയാൽ വിശ്വസിച്ചോ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മളൊരു വസ്തു നല്ലതെന്നോ ചീത്തയെന്നോ അറിയുന്നത് ഒന്ന് കേട്ടറിവ് കൊണ്ടും ഒന്ന് കണ്ടറിവുകൊണ്ടും പിന്നെ അനുഭവിച്ചറിഞ്ഞും കൊണ്ടാണ്. അതിലാദ്യത്തെ രണ്ടും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. എന്നാൽ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക നല്ലതോ ചീത്തയോ എന്ന്. ഇപ്പോൾ അതിനെക്കുറിച്ച് അത്രേ പറയുന്നുള്ളൂ. എന്നാൽ ഇതെല്ലാം ഉണ്ടാകുന്ന എവിടുന്നാണ്? കണ്ടറിവും കേട്ടറിവെന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി ആരാ കൊടുക്കുന്നത്? പബ്ലിസിറ്റി എന്തിനാണ് കൊടുക്കുന്നത്? ഞാൻ നല്ലവനെന്ന് ഞാൻ തന്നെ മറ്റുള്ളവരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കും. എന്തിനാ? ഇതെല്ലാം സ്വാർത്ഥം, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്. പണം എന്നുള്ള ചിന്തയുള്ളുന്ന മനുഷ്യന് അതിന് വേണ്ടിയാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത്. നമ്മളെവിടെ നോക്കിയാലും പബ്ലിസിറ്റിയാണ്. സഭയിലാണെങ്കിലും മതങ്ങളിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലാം പബ്ലിസിറ്റിയാണ്. നിസ്സാര കാര്യം. ഞാൻ ഈ ആത്മീയരെയും മതങ്ങളെയും രാഷ്ട്രീയക്കാരെയും കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ഇവരുടെ തൊഴിൽ എന്തു പറഞ്ഞാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്? നമുക്ക് വേണ്ടി ജോലി ചെയ്യാനാണെന്ന് പറഞ്ഞാണ്. എന്നാൽ യേശു പറഞ്ഞത്, ഞാൻ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മറുപടിയായി എൻ്റെ ജീവനെ കൊടുക്കുവാനുമാണ് വന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കുവാനുമായിട്ടാണ്. രാഷ്ട്രീയക്കാർ പറയുന്നത് എന്താണ്? ഞങ്ങൾ നാടിന് വേണ്ടി ജീവൻ കൊടുക്കാനാണ്. സമുദായങ്ങൾ, മതങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടി, ലോകർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനാണ്. എന്നാൽ എന്താണ് നടക്കുന്നത്? ഇന്ന് ഈ ലോകത്തിൽ നമ്മുടെ കേരളത്തെ മാത്രം എടുത്താൽ മതി. എന്താണ് നടക്കുന്നത്? ഏത് സമുദായം, ഏത് രാഷ്ട്രീയ പാർട്ടികൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു? അതായത് ദൈവം പറഞ്ഞത്, ഇവർ പറഞ്ഞത് ഞങ്ങൾ ശുശ്രൂഷിക്കാനായിട്ടാണെന്ന്. ഇവിടെ ശുശ്രൂഷിക്കുന്നത് നമ്മൾ അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടി വരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് വരുമെന്ന് പറഞ്ഞാൽ കൊടിതോരണങ്ങൾ കെട്ടുവാനായിട്ട്. ഇത് എവിടുന്ന? ഇതെല്ലാം സാധാരണക്കാരൻ്റെ കീശയിലെ പൈസയാണ്. അല്ല ഒരുത്തൻ്റെ പോക്കറ്റിലെ പൈസ മുടക്കി പബ്ലിസിറ്റി കൊടുക്കുന്നില്ല രാഷ്ട്രീയക്കാർ. അവർ വരുന്നെന്ന് അറിയുമ്പോഴത്തേക്ക് സിഗറികൾ കൊടിയും തോരണവുമായിട്ടിറങ്ങും, കെട്ടും. എന്നിട്ട് അവനെ രഥത്തിൽ പൊക്കിയെടുത്തുകൊണ്ട് നടക്കും. അവൻ എന്ത് ശുശ്രൂഷ ചെയ്യുന്നു? നമുക്ക് വേണ്ടി അവൻ ജീവിക്കുന്നോ അതോ അവന് വേണ്ടി നമ്മൾ ജീവിക്കുന്നോ? എന്തുകൊണ്ട് ഈ മനുഷ്യർ പുറകെ പോകുന്നു? കാരണം കാര്യസാധ്യത്തിന് വേണ്ടി ഒരു നേതാവായാൽ അവൻ വേറൊന്നും പിന്നെ ചിന്തിക്കേണ്ട. അവൻ പറയുന്നിടത്ത് എല്ലാ കാര്യങ്ങളും നടക്കും. എനിക്ക് കാശ് മുടക്കുകയില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് തന്നെ സമുദായങ്ങളും മതങ്ങൾ അതായത് ഒരു ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് കൊടിതോരണങ്ങൾ കെട്ടി എല്ലാവരും ഹല്ലേലൂയ കുറിയലായിച്ചോൻ നീണാൾ വാഴട്ടെ എന്നും പറഞ്ഞു അവനെ എതിരേൽക്കും. ആ മെത്താൻ എന്താ ചെയ്യുന്നത്? വന്ന് പരവതാനി വിരിച്ചെടുത്ത് വലിയ രാജകിരീടം വെച്ചുകൊണ്ടിരുന്ന് മനുഷ്യരെ കുറ്റം വിധിച്ചു പോകും. അല്ലാതെ എന്തോ ചെയ്യുന്നു? ഇവരെല്ലാം ജീവിക്കുന്നത് സുഭിക്ഷമായിട്ട്. ഇവരെല്ലാം അരമനകളിലിരുന്ന് സുഖിക്കുകയാണ്. എന്നിട്ട് കൽപ്പനകൾ ഇറക്കുന്നു.
ഇതൊക്കെ കണ്ടിട്ടും ഇന്നും അവരുടെ പുറകെ പോയി അവരെ പൊക്കി നടക്കുന്ന കാര്യശാസ്ത്രമുണ്ട്. അത് അല്പനേരത്തെ ജീവിതം, അതിനുവേണ്ടി നിങ്ങൾ മാമോനെ സേവിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. ഇനി പബ്ലിസിറ്റിയെക്കുറിച്ച് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ കാശുണ്ടാക്കാനായിട്ടാണ്, അല്ലാതൊന്നുമല്ല. അതായത് കൃപാസന കത്തോലിക്ക സഭ തന്നെ പബ്ലിസിറ്റി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് നെറ്റിക്ക് പബ്ലിസിറ്റി, ഇന്നൊരു മനുഷ്യൻ വീഡിയോ ചെയ്തിരിക്കുന്നു, 10-65 വയസ്സേ കാണത്തുള്ളൂ. ആ മനുഷ്യൻ അയാളെ അത്ഭുതങ്ങളുണ്ടായി. അങ്ങനെ അതിനകത്തും പോട്ടജാനകേന്ദ്രത്തെ കള്ളന്, അവൻ്റെ പേര് ഓർക്കുന്നില്ല, അവൻ അന്ന് അതായത് അച്ചപ്പട്ടത്തിൽ ഏതോ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ സെലക്ഷൻ ചെയ്യുന്നതും അവിടെ വിളിച്ചു ദൈവിക വിളിയുണ്ടായി. പനക്കലച്ചൻ പറഞ്ഞു, ഇത്ര പേരോടുണ്ട് ആ കൂട്ടത്തിൽ എന്നെയും വിളിച്ചു. വായിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായി. ഏതായാലും കൊള്ളാം, കത്തോലിക്ക സഭ അടുത്ത് തന്നെ അവനെയും ചാകുന്നതിന് മുമ്പേ പരിശുദ്ധനാക്കും, എന്നിട്ട് പരിശുദ്ധനായിട്ട് പ്രസിദ്ധീകരിക്കും. ഇനി കൃപാസനത്തെക്കുറിച്ച്, കൃപാസനം ജോസഫ് അച്ഛൻ തന്നെ ഇന്നും വീഡിയോയിൽ വന്ന് പറഞ്ഞു പല കാര്യങ്ങളും. ഞാൻ ചോദിക്കുന്നു, അവിടെ വന്ന് അനുഭവിച്ച സാക്ഷ്യം പേപ്പറിൽ പബ്ലിഷ് ചെയ്യേണ്ട കാര്യം എന്തുവാ? അവരാണ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്, നിങ്ങളുടെ സഭ തന്നെയാണല്ലോ. അല്ലാതെ ഈ അനുഭവസ്ഥർ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും വിളിച്ച് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലല്ലോ. നിങ്ങളുടെ കൃപാസനം പേപ്പറിൽ നിങ്ങൾ തോന്നിയതെല്ലാം ആരെങ്കിലും വിളിച്ച് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് സ്ഥാപിച്ചു. എന്തിനാ ഞാൻ ഒരു സ്ഥലത്ത് പോയി, ഞാൻ ഈ കണ്ട കിടച്ചാണികളൊക്കെ കാണാൻ പോയി മനസ്സിലാക്കുന്ന മനുഷ്യനാണ്. അവിടെ ചെന്നപ്പം ഒരു സ്ത്രീ ഗൾഫിൽ നിന്ന് വന്നതാണ്. അവൾ സാക്ഷ്യം പറയാ, എൻ്റെ അപ്പച്ചൻ, അതായത് ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അയാളുടെ ഗൾഫിലെ ജോലി രാജിവെച്ച് അനേക രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു. അതായത് വിശുദ്ധ നാടുകൾ, ബൈബിളിലുള്ള പല സ്ഥലങ്ങളിലും സന്ദർശിച്ച് ബൈബിൾ തന്നെ പുതുതായിട്ട് എഴുതിയുണ്ടാക്കിയ മനുഷ്യനാണ്. ബൈബിളിൽ പുതുതായിട്ട് എഴുതിയുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തുന്നല്ല. എന്നാൽ ബൈബിൾ ഒരാളെടുത്താൽ അതിൻ്റെ പല ഭാഗങ്ങൾ നമുക്ക് എടുത്ത് നോക്കാനും കാണാനും വായിച്ചറിയാനുമുള്ള സൗകര്യത്തോടു കൂടി എഴുതിയുണ്ടാക്കിയ മനുഷ്യനാണ്. അയാൾ മാന്നാറിനടുത്ത് ഒരു കേന്ദ്രം, ധ്യാനകേന്ദ്രം എന്തോ അയാളുടെ ശുശ്രൂഷ നടത്തുന്ന ഒരു കേന്ദ്രമുണ്ട്. അതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. കോടികൾ ചിലവഴിച്ചുള്ള സജ്ജീകരണങ്ങളാണ്. അവിടെ ഞാൻ ഒരിക്കൽ പോകാനിടയായി ഒരാളുടെ കൂടെ. കാരണം ഇത് കാണണമല്ലോ അവിടെ നടക്കുന്ന. എനിക്ക് ബൈബിൾ എൻ്റെ കൈ കിട്ടിയത്, എനിക്ക് ഗൾഫിൽ നിന്ന് 2 ബൈബിൾ അയച്ചു തന്ന ഒരാൾ. ആ മനുഷ്യൻ വന്നപ്പോൾ അയക്ക് അവിടെ പോകണം. ഓക്കെ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും. കണ്ടപ്പോൾ ഒരു പെങ്കൊച്ച് സാക്ഷ്യം പറയുക, എൻ്റെ അപ്പച്ചൻ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പ്ലെയിൻ ടിക്കറ്റ് കിട്ടി, എനിക്ക് യഥാസമയം നാട്ടിൽ വരാനൊത്തത്. എന്താ അതുപോട്ടെ, ഇതൊക്കെ ഒരു ബെന്തിക്കോസ്ത് കൂട്ടായ്മയിൽ ഞാൻ കാണാൻ പോയി. അവിടെ എക്സാം എഴുതാൻ പോകുന്ന പയ്യൻ്റെ പേന എടുത്ത് മേശപ്പുറത്ത് വെച്ച് കൊടുത്തിരിക്കുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചു കൊടുക്കുക. കാരണം അവൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, പേന തനിയെ എഴുതിക്കോളും. ആ പാസ്റ്ററാണെങ്കിൽ ലോകം വെടിയാണ്.
ആ എനിക്ക് നല്ല അനുഭവമുണ്ട്. ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ആ മനുഷ്യൻ ഇപ്പോൾ എന്നെ കണ്ട ആ നോക്കത്തിൻ്റെ കാരണം അവൻ്റെ വയറ്റിപ്പഴപ്പാ. അവൻ കാണിക്കുന്ന വക്രത ഞാൻ ചോദിക്കാനൊക്കത്തില്ല. ചോദിച്ചാൽ അവന് വെറുപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇതൊക്കെ അത്ഭുതങ്ങൾ ഒരുപാട് നടക്കും. ഇതിനെക്കുറിച്ച് പറഞ്ഞത് ലൂക്കോസ് 21:8 ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും ഞാനാകുന്നുവെന്നും സമയം അടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വരും, അവരെ അനുഗമിക്കരുത്. ആരെ അനുഗമിക്കണം? നമ്മൾ ക്രിസ്തുവിനെ. അല്ലാതെ ആരെങ്കിലും ഞാനാകുന്നു ഇന്ന് നമ്മൾ ലോകത്തിലെങ്ങും ഇല്ലാത്ത പോലെ കേരളത്തിൽ ക്രിസ്തീയ സഭകളുണ്ട് പല പേരിലും. ഇവരൊക്കെ എന്താ ചെയ്യുന്ന? അവിടെ എല്ലാം എന്താ നടക്കുന്നത് നമ്മൾ പോയി കാണുന്നുണ്ടോ? ഞാൻ പല സ്ഥലങ്ങളും പോയി കണ്ടിട്ടുണ്ട്. പലരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്, എന്തിന് കൊണ്ടുകടവെന്ന് പറയുന്ന സ്ഥലത്ത് സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്കും മെസ്സഞ്ചറും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം മെസ്സഞ്ചറിലുള്ള ഒരാളിനെ എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ ആളിനോട് ചോദിച്ചു, ഏതാ സഭ? 7th, അതായത് ശാബത്ത് മിഷൻ. ഞാൻ ചോദിച്ചു, അതിൻ്റെ ഒരു വലിയ കേന്ദ്രം മാവേലിക്കലുണ്ടല്ലോ. ഞങ്ങൾ അവിടെയല്ല, ഞങ്ങൾ കൊല്ലുകടവിലാണ്, ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, ഞങ്ങൾ 7th തന്നെയാണ് സഭ. ഈ സ്ഥാപകൻ എൻ്റെ ഭർത്താവാണ്, ഞാനാണ് പ്രവാചിക. എന്താ പോരായോ? ഇതിക്കുള്ള എന്താ വേണ്ടത്? ഇതൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾ ചോദിക്കും എനിക്ക് വട്ടുണ്ടോന്ന്? ഇല്ല. ഞാൻ ഒരുപാട്, എനിക്കിപ്പോൾ 77 വയസ്സിനോടകം ഞാൻ അനേക സ്ഥലങ്ങളിൽ പോയി പല കാര്യങ്ങളും കാണാനും കേൾക്കാനും പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോന്ന്. അവിടെ എന്ത് നടക്കുന്നു എന്താണെന്നുള്ളത് അത് പോട്ടെ. അപ്പോൾ പബ്ലിസിറ്റിയാണ് ഇന്ന് കൂടുതൽ. കൃപാസനത്തിൽ തന്നെ പബ്ലിസിറ്റി. കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്താൽ അവരുടെ പേപ്പർ മേടിക്കണം. അതൊക്കെയാണ് അതിനകത്തെ മെയിൻ ഉദ്ദേശം. അവിടെ പൈസയാണ്. ഈ പേപ്പർ മേടിച്ച് നമ്മൾ 4 പാടും കൊടുത്തേച്ച് ഇവരുടെ പബ്ലിസിറ്റി നടത്തണം. ഇതൊക്കെ പുറകെ പൈസയുടെ കളിയാണ്. ഈ കൃപാസനത്തിൽ സാക്ഷ്യം പറഞ്ഞു എന്ന് പറയുന്ന ഏതെങ്കിലും മനുഷ്യരെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. കൃപാസനം പേപ്പറിലുണ്ട്. കൃപാസനം പേപ്പറിൽ അരച്ചു കുടിച്ചവരിലൊക്കെ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. നിനക്ക് നാണമില്ലാതെ ഈ ദരിദ്രവാസികൾ ഇന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അനുഭവസ്ഥർ തന്നെ പറഞ്ഞു, എനിക്കിങ്ങനെ ഉണ്ടായി, പേപ്പർ അരച്ച് കൊടുക്കാൻ പറഞ്ഞു, അത് കോടതി ചെന്ന് കൊച്ച് സുഖമില്ലാതെ വന്നു എന്നൊക്കെ. ഇതൊക്കെ കണ്ടണക്കെ ഇന്നും മനുഷ്യർ അവിടെ പോകുന്നുള്ളതാണ്. എന്തുവാ മെയ്യനങ്ങാതെ ജീവിക്കണം. അവിടെ ചെന്ന് ഒരു കള്ളസാക്ഷി പറഞ്ഞാൽ എനിക്ക് കാശ് കിട്ടും, എനിക്ക് വേർക്കണ്ട, നിങ്ങൾ വിയർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കുകയെന്ന് പറഞ്ഞ് അത് ഭൂമിയിൽ കിളച്ചിട്ട് വേണ്ട വിയർക്കാൻ. നമ്മൾ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനം പല വിധത്തിലുണ്ട്. ഇവിടെ മെയിനായിട്ട് നമ്മൾ അധ്വാനിക്കുന്ന വെയിലും മഴയും വകവെക്കാറ് നമ്മൾ ഒന്നിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ നമുക്ക് ക്ഷീണവും പ്രയാസവും ഉണ്ടാകും. അതിനെ അതിജീവിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഓരോന്ന് സാധിച്ചു കിട്ടുന്നത്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃപാസനത്തിൽ ചെന്ന് അവിടെ പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് അവർ കാശിയിട്ട് നീ സാക്ഷ്യം പറഞ്ഞാൽ മതി, നിൻ്റെ പേര് വെച്ച് സാക്ഷ്യം. ഇന്ന് ഈ പേരിലൊക്കെ ആൾക്കാരുണ്ടോയെന്ന് തന്നെ അറിഞ്ഞു. കോട്ട ജാലകത്തിൽ ഞാൻ പോയതാണ്. അവിടെ നടക്കുന്ന കള്ളക്കളികൾ ഞാൻ കണ്ടതാണ്. അവരുടെ കള്ളക്കളി നടക്കുന്നത് എന്തുകൊണ്ടാണ്?
അവിടെ ഒരാഴ്ച കൂടുതൽ ഒരാൾക്ക് താമസിക്കാനൊക്കത്തില്ല. നമ്മളിപ്പോൾ ശനിയാഴ്ച അവിടെ ചെന്നാൽ അടുത്ത ശനിയാഴ്ച നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. അവിടെ നമ്മളാരും അവിടെ എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിശയങ്ങൾ നടക്കുന്നു എന്ന് കേട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ അതിശയം നടക്കുന്ന കേട്ടുകൊണ്ട് വെറുതെ പോവില്ല. ഞാൻ സുഖമില്ലാത്തവനാണ്, എനിക്ക് സുഖം പ്രാപിക്കണം എന്ന് അവിടെ ചെന്ന് കേട്ടറിവ് കൊണ്ട് പോകുന്നതാണ്. അവിടെ ചെന്ന് ഒന്നും സാധിക്കാതെ വരുമ്പോൾ പിന്നെ അവിടെ പോവില്ല. അപ്പം അങ്ങനെയുള്ളവരാണ് ഒരുപാട് പേര്. അവർ പിന്നെ അവിടെ പോവില്ല. പുതിയ ആൾക്കാർ അവിടെ വരുന്നു. അതുകൊണ്ട് അവർ പറയുന്ന കള്ളത്തരങ്ങൾ വിജയിക്കുന്നു. പക്ഷേ എല്ലാവരെയും വഞ്ചിക്കാനൊക്കെ ഈ വഞ്ചന എത്ര നാൾ നടക്കും? എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരും. ഇന്നലെ ജാനകേന്ദ്രത്തിൽ നോട്ടച്ചടിച്ചു വരെ വന്നു. അത് അവിടുത്തെ ജോലി ചെയ്തവർ തന്നെയാണ് പറഞ്ഞ് വേണ്ട. എന്തിന്? ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ പബ്ലിസിറ്റി അവർ ബാങ്കിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ച് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഇവിടെ തന്നെ മേടിക്കാൻ കിട്ടും. പ്ലാറ്റ്ഫോമിലോ റെയിൽവേ സ്റ്റേഷനിലോ ചെല്ലേണ്ട കാര്യമില്ല. എന്താ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിൻ്റെ ടിക്കറ്റ് വരെ അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ അവരുടെ പിടിപാട് നോക്കണേ. അവിടെ എന്തുവാ ഞാൻ ചോദിക്കുന്നേ? നല്ല ഒന്നാന്തരം നോട്ട് ഇത്ര സൂക്ഷ്മതയോടെ അച്ചടിക്കുന്നു ഗവൺമെൻറ്. നിനക്ക് അതിനേക്കാൾ നല്ലതായിട്ട് പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്നു കള്ളനോട്ട്. പിന്നെ റെയിൽവേ ടിക്കറ്റ് ഉണ്ടാക്കത്തില്ലയോ? ഇതാരെങ്കിലും ചെക്ക് ചെയ്യുമോ? ഇതെല്ലാം കള്ളക്കളി. ഇന്ന് മതവും രാഷ്ട്രീയവും കള്ളക്കളി. അവർ ജനങ്ങളെ സേവിക്കാൻ, ഞാൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷ ചെയ്യുവാൻ അത്ര വന്നത് എന്ന് യേശു പറഞ്ഞെടുത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും ഇതും പറഞ്ഞിട്ടിറങ്ങിയിട്ട് നമ്മൾ അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടി വരുന്നു. അത് അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. നമ്മൾ സ്വാർത്ഥരാണ്. നമുക്ക് ജോലി ചെയ്യാതെ ഒന്നും അനങ്ങാതെയും അവനെ കീജെ വിളിച്ചു, അല്ലെങ്കിൽ അവൻ്റെ പുറകെ അല്പം നടന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. എത്രയോ പേർ നിസ്സാരക്കാരും പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ അവൻ 10 വർഷം ഇരുന്നാൽ പിന്നെ ഒന്നുമില്ലാത്തവൻ അവൻ കിട്ടുന്നത് ഒരു സിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു മാസം ഇത്ര രൂപ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ ഇത്ര രൂപ കിട്ടും. അതുകൊണ്ട് എയർ കണ്ടീഷൻ വീട് പണിയാനൊക്കുമോ? ഇല്ല. കാർ മേടിക്കാനൊക്കുമോ? ഇല്ല. എന്താ പോട്ടെ, ഇതൊന്നും ആരെയും ഞാൻ എടുത്തു പറയുന്നില്ല. പല ഉദാഹരണങ്ങളും എനിക്കറിയാം. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞത് പബ്ലിസിറ്റി കൊണ്ടും മനുഷ്യനെ വഞ്ചിക്കുന്നു. നമ്മളെല്ലാവരും വഞ്ചിനെ അതാ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ അറിവിന് വേണ്ടിയാണ്. കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ഒരു മനുഷ്യനൊന്നും മനസ്സിലാക്കത്തില്ല. പോയി അനുഭവിച്ചറിയണം. എല്ലാം അല്ല. ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ പോകാതെ നമുക്കങ്ങനെ അറിയാനൊക്കും. അവിടെ പോകണം. അവിടെ ഒരാഴ്ചത്തെ ജീവിതം എന്തോ അവിടെ നടക്കുന്ന എന്താണെന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയണം. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ ക്രിസ്തീയ സഭകളെപ്പോലെ ഇത്രയും നാശം ചെയ്യുന്ന വേറൊരു സഭയില്ല. ഇന്ന് ഓർത്തഡോക്സ് യാക്കോബ സർക്കം അവർ എന്തിനു വേണ്ടി ഈ ബഹളം ഉണ്ടാക്കുന്നു വർഷങ്ങളായിട്ട്? ഏത് പരിശുദ്ധരുണ്ട് ഇവിടെ? ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നും ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാരും മെത്രാന്മാരും പറഞ്ഞു നമ്മുടെ പരിമലത്തിന് വേണ്ടി. എന്നാൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന് എടുക്കാൻ പേരെടുത്ത് പറയാമോ?
ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ കുരിശടി വെക്കുമോ? ഇല്ല. കാരണം ഇവനെ ഒന്നും ആർക്കും അറിയത്തില്ല. നല്ല പരിശുദ്ധൻ, അവൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കാനൊക്കെ പറ്റുള്ളൂ കള്ളന്മാർക്ക്. ഞാൻ ഇന്നതാണെന്നും പറഞ്ഞാൽ വരുന്നത്. അങ്ങനെ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞു പോലെ ഇന്ന് ഓർത്തോ സഭയിൽ ഇന്ന് യാക്കോബക്കാർ അവരുടെ ബാവായ വായിക്കട്ടെ. അതിനെന്തിനായി നിങ്ങൾ കിടന്ന് ഓർത്തഡോക്സുകാർക്ക് ഉണ്ടാക്കുന്ന ഒരു ചാനൽ കൂടി ഒരു പെങ്കൊച്ച് കിടന്ന് കരഞ്ഞു പോയി കുടിച്ച് പറയുക യാക്കോബക്കാരെ കുറിച്ച്. ലെബനോനിൽ അങ്ങനെ നടന്നു, അവിടെ ആരും ചെന്നില്ല, അവിടെ ചെന്നവർ തന്നെ തിരിച്ചു പോയി എന്നും പറഞ്ഞ്. നിങ്ങളെന്തിന് അതിനെക്കുറിച്ച് വിഷമിക്കുന്നു? യാക്കോബക്കാരെക്കുറിച്ച് നിങ്ങളെന്തിന് വിഷമിക്കുന്നു? ഈ പെങ്കൊച്ച് സ്വന്തം കാശ് മുടക്കിയല്ല ഈ വിളിച്ചു പറയുന്നത്, അവളെ വിളിച്ചിരുത്തി പറയിപ്പിക്കുന്നതാ. അവൾക്ക് കാശ് മുടക്കി അവിടെ ജോലിയാ. എന്നാൽ ഓർത്തഡോക്സ് സഭ എന്തിനു വേണ്ടി ഇതിന് കിടന്ന് കരഞ്ഞു പോകുന്നു? ഞാൻ ചോദിച്ചു, ഓർത്തഡോക്സുകാരോട് തന്നെ ഞാൻ ചോദിക്കുക, നിങ്ങളുടെ കാതോലിക്കായ നിങ്ങൾക്ക് ന്യായീകരിക്കാവും. നിങ്ങൾ എങ്ങനെ കാതോലിക്കായെ വാഴിച്ചു? നിങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളല്ല, പുരോഹിതന്മാരും ഭർത്താന്മാരും കൂടി എങ്ങനെ ഈ കാതോലിക്കായെ വാഴിച്ചു? ഈ കാതോലിക്കായെ വാഴിക്കരുതെന്നും പറഞ്ഞ് നേരത്തെ ഇരുന്ന കാതോലിക്ക പോലും ലെറ്റർ എഴുതിയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഒന്നും വേണ്ട. ഇന്ന് ഈ മനുഷ്യൻ കാതോലിക്ക ആയതിനു ശേഷം നടന്നതും ചെയ്യുന്നതുമായ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ കാണുന്നില്ലയോ? എന്നൊക്കെ അവൻ അവൻ്റെ കീഴ പിടിക്കാനും അവൻ്റെ പുറകെ നടക്കാൻ അവൻ വരുമ്പോഴത്തേക്ക് രാജകീയ വരവേൽപ്പാണ്. എന്താ അവന് പബ്ലിസിറ്റിയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് ഇടയ്ക്ക് വന്നു ഒരു ഇറച്ചിക്കടക്കാരനോട് കൊണ്ട് അവൻ്റെ ബോർഡ് വെപ്പിച്ചു ഈ കാതോലിക്കാൻ വരുന്നതിന് ഫ്ലക്സ്. എന്നിട്ട് ഇറച്ചിക്കടയുടെ പേരും അടിയിൽ വെച്ചു. നാണക്കേട് കൊണ്ട് മനുഷ്യർ തല കുടിച്ചു. ഇതൊക്കെ പബ്ലിസിറ്റി എന്തുവാ? എല്ലാം പൈസ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഓർത്തഡോക്സ് സഭ വിവാഹത്തിന് സഹായം ചെയ്യുന്നു. അത് യുവന്മാർക്ക് ഈ കേരളത്തിലോ എവിടുന്നുള്ളവർക്കും ധനസഹായം ചെയ്യണമെങ്കിൽ അവർ സ്വീകരിക്കാനായിട്ട് അവർ പറയുന്നിടത്ത് വരെ ചെല്ലണം. ആകെ പോകെ കൊടുക്കുന്ന ഇത്ര രൂപയായിരിക്കും. അവർ വണ്ടിക്കൂലി ട്രെയിൻ കൂലി കൊടുത്ത് കഷ്ടപ്പെട്ട് അവിടെ വരെ വരണം. നിനക്ക് നിൻ്റെ കാണുന്നിടത്ത് എൻ്റെ ഓഫീസും നിനക്ക് ട്രിവാൻഡ്രം പാളയംപള്ളിയുടെ സ്ഥലമെടുത്ത് ഒരു കെട്ടിടം പണിയാനായിട്ട് സൗകര്യം ഉണ്ടല്ലോ. ഇവിടൊക്കെ ഈ ഉണ്ടാക്കുന്ന എന്തിനാണ്? നിനക്ക് എല്ലായിടത്തും ഇടവകളും പള്ളികളും ഉണ്ടല്ലോ. ഒരുത്തർക്കും വെറുതെ പൈസ കൊടുക്കുക. ഏത് ഇടവകയിലുള്ള ഏരിയയിലുള്ള ആളാണെന്ന് വെച്ചാൽ ആ ഇടവ വികാരുടെ ലെറ്ററുമായിട്ട് വേണം അവിടെ ചെല്ലാൻ. അങ്ങനെ ചെയ്യിക്കാമെങ്കിൽ എന്തുകൊണ്ട് ആ ഇടവകയിലെ വികാരി എഴുതിയാൽ അവർക്ക് ആ ഇടവകയിൽ പൈസ കൊടുക്കാൻ വയ്യായോ? എന്തിനവർ നിങ്ങൾ പറയുന്ന എറണാകുളത്തും മറ്റിടത്തും മറിച്ചിടത്തും വരുന്നു? ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓർത്തഡോക്സ് സഭ നല്ല സഭ, നീണാൾ വാഴട്ടെ. നിങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ മെത്താന്മാരെയും പുരോഹിതന്മാരെയും കുറ്റം പറയുന്നില്ല. കൂനി നിന്നു കൊടുക്കാൻ നിങ്ങൾ വിശ്വാസികളുണ്ട്. അവർ പുറത്ത് കയറി ആനന്ദിച്ച് അവർ സഞ്ചരിക്കുന്നു. യേശു കഴുതപ്പുറത്ത് കയറിയെങ്കിൽ ഇവർ വിശ്വാസികളുടെ പുറത്ത് കയറി യാത്ര ചെയ്ത് സുഖിക്കുന്നു. ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ബൈബിൾ വായിക്കുക. ബൈബിളുള്ള ക്രിസ്ത്യാനോടാണ് ഞാൻ പറഞ്ഞത്, വേറെ ആരോടുമല്ല. നിങ്ങൾ ബൈബിൾ വായിക്കുക. ഞാനാകുന്നു എന്ന് പറഞ്ഞ അനേകർ വരും. അവരുടെ പുറകെ പോകരുത്. ഇപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ.
കൃപാസനമാണെങ്കിലും കാതോലിക്കയാണെങ്കിലും ആരാണെങ്കിലും ഒന്നും എനിക്ക് പറയാൻ വേറെ ഇല്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, ബൈബിൾ വായിക്കുക. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് കൂട്ടായ്മ, എല്ലാ മതങ്ങളും കൂടെ കൂട്ടായ്മ. ഇവിടെ ആരാ കൂട്ടായ്മയ്ക്ക് പോകുന്ന? മതമേലധ്യക്ഷന്മാർ, എല്ലാ മതങ്ങളുടെയും മേലധ്യക്ഷന്മാർ ഒരുമിച്ച് കൂടി കൂട്ടായ്മ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? അത് അന്ത്യകാലത്തിന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനായിട്ട്. അത് ബൈബിൾ വായിച്ചാൽ അറിയാം. ഇവർ കൂട്ടായ്മ കൂടി അവിടെയും ഇവർ സുരക്ഷിതരായി മാറി നിന്ന് അംഗം കണ്ടുകൊണ്ടിരിക്കും. അവിടെ വെട്ടിയും നുറുങ്ങിയും വരുന്നത് എല്ലാ മതങ്ങളിലും വിശ്വാസികളായിരിക്കുമെന്ന് ഓർത്തുകൊള്ളണമെന്ന് ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ.